ഹായ് മക്കളെ, അപ്പോൾ നമ്മൾ +1 ബോർഡ് എക്സാം ഇതാ നമുക്ക് മുന്നിൽ 2 ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏകദേശം ബോട്ടണിയിൽ 9 ചാപ്റ്റേഴ്സാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ആദ്യത്തെ ചാപ്റ്ററാണ് ഇതെന്ന് പറയുന്നത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിനെ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും മുൻവർഷങ്ങളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചതുമായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ഒന്ന് സോൾവ് ചെയ്തിട്ട് വരാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡയാറ്റംസിനെ കുറിച്ചിട്ടുള്ളതാണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഡയാറ്റംസ്, നമുക്കറിയാം ഓഷ്യനിലെ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ആണ് ഡയാറ്റംസ്. ഡയാറ്റംസ് ഈവൻ ആഫ്റ്റർ ദിയർ ഡെത്ത് അതെന്താ നമുക്ക് യൂസ്ഫുൾ ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ ഇവാലുവേറ്റ് ചെയ്യാനാണ് തന്നിട്ടുള്ളത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആൻസറിൽ ആദ്യം നിങ്ങൾ എന്താണ് ഡയാറ്റമേഷ്യസ് എർത്ത് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഡയാറ്റമേഷ്യസ് എർത്തിനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. എന്താ ഡയാറ്റമേഷ്യസ് എർത്ത് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ സോയിൽ കണ്ടെയ്നിങ് സെൽ വാൾ ഡെപ്പോസിറ്റ്സ് ഓഫ് ഡയാറ്റം ഹാവിങ് സിലിക്ക അല്ലേ, ആ ഡെഫിനിഷൻ എഴുതുക. ദെൻ ഇതിൻ്റെ ഈ സ്റ്റേറ്റ്മെന്റ് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ആൻസറിൽ നിർബന്ധമായിട്ടും ഏത് പോയിന്റ് വേണം? ഇറ്റ് ഈസ് ഗ്രിറ്റി ഇൻ നേച്ചർ. ഏത് പോയിന്റ് വേണം? ഇറ്റ് ഈസ് ഗ്രിറ്റി ഇൻ നേച്ചർ. ഗ്രിറ്റി നേച്ചർ ആണ് അതിനുള്ളത്. ഇതിനടുത്ത് നിങ്ങൾ എഴുതേണ്ട അതിൻ്റെ 2 യൂസസ് ആണ് എഴുതി വെക്കേണ്ടത്. അതിൽ ഒരു യൂസ് എന്ന് പറയുന്നത് എന്താ, ഇതിനെ നമുക്ക് എന്തിന് യൂസ് ചെയ്യാം? പോളിഷിങ്ങിന് യൂസ് ചെയ്യാം. രണ്ടാമത് എഴുതി വെക്കേണ്ടത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ്. അപ്പോൾ ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഇതിന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് ഒരു ഫില്ലിംഗ് ദി ബ്ലാങ്ക് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കാണുന്നത്. ആദ്യത്തെ പേരിന്റെ റിലേഷൻഷിപ്പ് മനസ്സിലാക്കുക, ദെൻ രണ്ടാമത്തത് ഫില്ല് ചെയ്യുക. മഷ്റൂം അഗാരിക്കസ്, അപ്പോൾ കോമൺ നെയിം ആണ് ആ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബ്രെഡ് മൗൾ എന്താ? റൈസോപ്പസ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താ വരിക? റൈസോപ്പസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് ഡാഷ് ഓഫ് ദ സ്മോളസ്റ്റ് ലിവിങ് സെൽസ്, ഏതാണ് ഏറ്റവും ചെറിയ ലിവിങ് സെൽസ് പറയുന്നത്? മൈക്കോപ്ലാസ്മയാണ്. അപ്പം ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ എന്താ എഴുതേണ്ടത്? മൈക്കോപ്ലാസ്മ. മൈക്കോപ്ലാസ്മയെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കി വെക്കണം. മൈക്കോപ്ലാസ്മ അവർക്ക് സെൽ വാൾ ഇല്ല, സ്മോളസ്റ്റ് ലിവിങ് സെല്ലാണ് അല്ലേ. ഈ 2 പോയിന്റ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും ഇതിനെക്കുറിച്ച് ഓർത്ത് വെക്കുക, മൈക്കോപ്ലാസ്മയെ കുറിച്ചിട്ട് ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിട്ടുള്ളത്. ആ സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്തിട്ട് തന്നിട്ടുള്ള പ്രോട്ടിസ്റ്റ് ഏതാന്ന് മനസ്സിലാക്കി വെക്കുക. തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റ്സ് അതൊരു സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ് ആണ്. ആൻഡ് അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻ അതൊരു അഗ്രഗേഷൻ ഫോം ചെയ്യും, അതിനെ പ്ലാസ്മോഡിയം എന്ന് വിളിക്കും. ഓക്കെ, സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ് എന്ന് പറയുന്നത് ആകെ ഒന്നല്ലേ ഉള്ളൂ. നമ്മൾ പഠിക്കുന്നതിൽ ആകെ ഒരൊറ്റ സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ് ഉള്ളത് ഏതാ? സ്ലൈം മൗൾഡ് ആണ്. സോ ദ ആൻസർ ഈസ് സ്ലൈം മൗൾഡ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? ഫംഗസിന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ യൂണിസെല്ലുലാർ ഫംഗസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ബ്രെഡ്. നമുക്കറിയാം ഫംഗസുകൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഫംഗസുകളും മൾട്ടി സെല്ലുലാർ ആണ്. ആ ഒരൊറ്റ ഫംഗസ് മാത്രമേ യൂണിസെല്ലുലാർ ആയിട്ട് വരുന്നുള്ളൂ. ആ യൂണിസെല്ലുലാർ ഫംഗസ് ആണ് ഇതെന്ന് പറയുന്നത് ഈസ്റ്റ്. ഈസ്റ്റിന്റെ യൂസ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നേരെ റിവൈസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻ വരാം. ഈസ്റ്റിന്റെ യൂസ് ചോദിക്കാം. നമ്മൾ ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും വൈൻ പ്രിപ്പറേഷനൊക്കെ യൂസ് ചെയ്യുന്ന ഫംഗസ് ആണ് ഇതെന്ന് പറയുന്നത് ഈസ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത് റീസെന്റ് കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് നമ്മളുടെ ടോപ്പിക്കിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള ഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? വിച്ച് ഓഫ് ദീസ് ഓർഗാനിസം കോസ് മാഡ് കൗ ഡിസീസ് ഇൻ കാറ്റിൽ. കാറ്റിൽസിലെ മാഡ് കൗ ഡിസീസ് ഉണ്ടാക്കുന്ന ഓർഗാനിസം ഏതാണ് ഓർഗാനിസം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് പ്രയോൺസ് ആണ്. അപ്പൊ നമ്മൾ ആ 4 ഓപ്ഷൻ നോക്കുന്ന സമയത്ത് വൈറസ് ഉണ്ടാക്കുന്ന അസുഖങ്ങൾ ഏതൊക്കെയാ വൈറസ് ഉണ്ടാക്കുന്ന അസുഖം എന്ന് പറയുന്നത്? വൈറസ് ഉണ്ടാക്കുന്ന അസുഖമാണ് സ്മോൾ പോക്സ്, ഇൻഫ്ലുവൻസ. ഇതൊക്കെ വൈറസ് കോസ് ചെയ്യുന്ന ഡിസീസാ. വൈറോയിഡ്സ് നമ്മൾ പഠിക്കുന്ന അസുഖം ഏതാ? പൊട്ടേറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതുകൊണ്ട് നിങ്ങൾ ഓർത്ത് വെക്കുക, വൈറോയിഡ്സ് കോസ് ചെയ്യുന്ന ഡിസീസ് ആണ് എന്ത്? പൊട്ടേറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. ദെൻ ബാക്ടീരിയൽ ഡിസീസ് വരുന്ന സമയത്ത് ബാക്ടീരിയ കോസ് ചെയ്യുന്ന ഡിസീസ് ഏതൊക്കെയാ? അതിൽ കോളറ വരുന്നുണ്ട്, ടൈഫോയിഡ് വരുന്നുണ്ട്, ടെറ്റനസ് ഉണ്ട്, സിട്രസ് ക്യാൻകർ ഉണ്ട്. അതിൽ സിട്രസ് ക്യാൻകറിനെ കുറിച്ച് നിങ്ങൾ ഈ ഒരു പോയിന്റ് കൂടെ മനസ്സിലാക്കി വെക്കണം. ബാക്ടീരിയാസ് പ്ലാന്റ്സിൽ കോസ് ചെയ്യുന്ന ഡിസീസ് ആണ് ഇതെന്ന് പറയുന്നത് സിട്രസ് ക്യാൻകർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോണ സമയത്ത് അഗെയിൻ പ്രോട്ടിസ്റ്റ് എന്ന് വരുന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. യുഗ്ലിനോയിഡ്സിന്റെ 2 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എഴുതാനാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം യുഗ്ലിനോയിഡ്സിന്റെ പ്രത്യേകത എന്താ? യുഗ്ലിനോയിഡ്സിന് സെൽ വാൾ ഇല്ല. യുഗ്ലിനോയിഡ്സിന് എന്തില്ല? സെൽ വാൾ ഇല്ല. സെൽ വാളിന് പകരം അതിൽ വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ലെയർ ആണ് നമുക്ക് കാണാൻ പറ്റുക. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പെല്ലിക്കിൾ എന്ന് വിളിക്കുക. പെല്ലിക്കിൾ അല്ലേ അതിന്റെ ബോഡി ഫ്ലെക്സിബിൾ ആക്കിയിട്ട് മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഫീച്ചറായി. രണ്ടാമത്തെ ഫീച്ചർ നമ്മൾ എഴുതിയിട്ട് വെക്കേണ്ടത് ഇതിന് 2
ഫ്ലജല്ല ഉണ്ട്. ഓക്കെ, യുഗ്ലിനോയിഡ്സിന് 2 ഫ്ലജല്ല ഉണ്ട് ആൻഡ് 1 എന്താണ് സ്മോൾ ആണ് ആൻഡ് അനദർ 1 ഈസ് ലാർജ്. ഓക്കെ, ദെൻ അതിൽ ഒരു പോയിന്റ് കൂടെ നമ്മൾ ആഡ് ചെയ്ത് ഓർത്ത് വെക്കുക. അതിൽ 2 പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ ഒരു ഫീച്ചർ കൂടെ നിങ്ങൾ ഓർത്ത് വെക്കണം. മറ്റുള്ള പ്രോട്ടിസ്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലൈറ്റ് കിട്ടുന്ന സമയത്ത് ഫോട്ടോസിന്തറ്റിക് ആയിട്ടും ലൈറ്റിന്റെ ആബ്സെൻസിൽ ഹെട്രോട്രോഫുമായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്ന ആളാണ് ആരെന്ന് പറയുന്നത് യുഗ്ലിനോയിഡ്സ്. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഏത് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്? ഫംഗസിന്റെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നമുക്കറിയാം ഫംഗസിനെ നമ്മൾ 4 ക്ലാസ്സുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആ ക്ലാസ്സുകളാണ് ഇവിടെ ഈ ഒരു കോളത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ അതിന്റെ എക്സാമ്പിൾസ് ആയിട്ടാണ് നമ്മൾ മാച്ച് ചെയ്യേണ്ടത്. ഫൈക്കോമൈസിറ്റ് എന്ന് പറയുന്ന ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നമുക്ക് 3 എക്സാമ്പിൾസ് ആണ് പഠിക്കാനുള്ളത്. റൈസോപ്പസ്, അൽബുഗോ, മ്യൂക്ക. ആസ്കോമൈസിറ്റിലേക്ക് വരുന്ന സമയത്ത് ഈസ്റ്റ്, പെനിസിലിയം, ന്യൂറോസ്പുറ, ക്ലാവിസെപ്സ്, മോറൽസ്, ട്രഫിൾസ്. ഇവിടെ ഓർത്ത് വയ്ക്കുക, മോറൽസും ട്രഫിൾസുമാണ് ഇവിടുത്തെ എഡിബിൾ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ബയോകെമിക്കൽ ജനറ്റിക് വർക്കിന് യൂസ് ചെയ്യുന്ന ഫംഗസ് ആണ് ഇതെന്ന് പറയുന്നത് ന്യൂറോസ്പോറ. ഓക്കെ, ദെൻ ഒരേ ഒരു യൂണിസെല്ലാർ ഫംഗസ് ആണ് എന്ത്? ഈസ്റ്റ്. ബ്രെഡും അതേപോലെ വൈനും ഒക്കെ ഉണ്ടാക്കാനാണ് നമ്മൾ ഈസ്റ്റ് യൂസ് ചെയ്യുക. പെനിസിലിയം, ഫസ്റ്റ് ആന്റിബയോട്ടിക് ആയിട്ടുള്ള പെനിസിലിൻ ഡിസ്കവറി നടത്തിയിട്ടുള്ളത് പെനിസിലിയം എന്ന് പറയുന്ന ഫംഗസിൽ നിന്നാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ബെസിഡിയോമൈസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന എക്സാമ്പിൾസ് അഗാരിക്കസ്, പക്സീനിയ, അസ്റ്റിലാഗോ. അതിൽ അഗാരിക്കസ് എന്ന് പറയുന്നത് കോമൺ നെയിം പഠിച്ചു വെക്കണം, എന്താ മഷ്റൂം ആണ്. ഡ്യൂട്രോമൈസിലേക്ക് വരുന്ന സമയത്ത് ആൾട്ടർനേറിയ, ട്രൈക്കോഡമ, കലക്ടോട്രിക്കം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിന് നമ്മൾ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്ന സമയത്ത് ഫൈക്കോമൈസിറ്റ് നമ്മൾ ഏതിലേക്കാണ് മാച്ച് ചെയ്യുക? റൈസോപ്പസിലേക്കാണ് മാച്ച് ചെയ്യുക. ആസ്കോമൈസിന്റെ അടുത്തേക്ക് നോക്കുന്ന സമയത്തോ ആസ്കോമൈസിറ്റ് ടു പെനിസിലിയം. ബെസിഡിയോമൈസിറ്റ് ആണെങ്കിൽ അഗാരിക്കസ് ആൻഡ് ഡ്യൂറ്ററോമൈസിറ്റ്സ് ആണെങ്കിൽ ആൾട്ടർനേറിയ. അപ്പൊ ഇതേ രീതിയിൽ മാച്ച് ചെയ്യുക. മാച്ച് ദ ഫോളോയിങ് ചെയ്യുന്ന സമയത്ത് ചെറിയ ക്ലാസ്സിൽ കുട്ടികൾ ചെയ്യുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ച് വെക്കാൻ പാടില്ല. കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? വേറൊരു ബോക്സ് വരയ്ക്കുക. അതിൽ ഫസ്റ്റ് കോളത്തിൽ ഫൈക്കോമൈസിറ്റ് എഴുതുക, അതിന്റെ നേരെ അതിന്റെ എക്സാമ്പിൾസ് എഴുതുക. ഇതേ രീതിയിൽ എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് അത് കിങ്ഡം മൊണീറയുടെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കറിയാം കിങ്ഡം മൊണീറയിലെ സോൾ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആരാ? ബാക്ടീരിയാസ് ആണ്. ബാക്ടീരിയാസിനെ നമുക്ക് എന്ത് ചെയ്യാം? ഷേപ്പ് അനുസരിച്ച് 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. അപ്പൊ നിങ്ങളടുത്ത് പറഞ്ഞിരിക്കുന്നത് ആ ബാക്ടീരിയന്റെ പേരും അതിന്റെ ഷേപ്പും എഴുതി വെക്കാനാ. അപ്പൊ നമ്മൾ പഠിക്കുന്ന 4 ബാക്ടീരിയ, നമ്പർ 1 കോക്കസ് ആണ്. കോക്കസ്. അപ്പൊ കോക്കസ്, അപ്പൊ അതിന്റെ ഷേപ്പ് എന്താ? സ്പെറിക്കൽ. അപ്പൊ ഓ വെച്ചിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. കോക്കസ് ഈസ് സ്പെറിക്കൽ. രണ്ടാമത്തത് ഏതാ? ബാസിലസ് ആണ്. ബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയന്റെ ഷേപ്പ് എന്താ? റോഡ് ഷേപ്ഡ് ബാക്ടീരിയാസ് ആണ് ഇതെന്ന് പറയുന്നത് ബാസിലസ്. റോഡിന് എഴുതുന്ന സമയത്ത് ROAD എന്ന് എഴുതി വെക്കരുത്, സ്പെല്ലിംഗ് അതല്ല, ROD ആണ് കേട്ടോ. ഇതിനടുത്ത് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് കോമാ ഷേപ്ഡ് ബാക്ടീരിയാസ് ഉണ്ട്. കോമാ ഷേപ്ഡ് ബാക്ടീരിയാസ് ആണ് ഇതെന്ന് പറയുന്നത് വിബ്രിയം. ഓക്കെ, ഇതിനടുത്തത് സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയ ആണ് എന്ത്? സ്പൈറില്ലം. ഈ ഭാഗത്തുനിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ആണ് ഡയാറ്റംസിനെ കുറിച്ചിട്ടുള്ളതാണ്. ഏത് രീതിയിൽ ആൻസർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ആ ഭാഗം ഒന്നുകൂടെ പോയിട്ട് കാണാം. അടുത്തൊരു ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ ആൻഡ് ഐഡന്റിഫൈ ദ ബ്ലൂ ഗ്രീൻ ആൽഗെ. ഇപ്പൊ ബ്ലൂ ഗ്രീൻ ആൽഗിനെ കുറിച്ച് പറയുന്ന സമയത്ത് ബ്ലൂ ഗ്രീൻ ആൽഗീസിനെ നമുക്ക് എന്ത് വിളിക്കാം? അതിനെ നമുക്ക് സൈനോ ബാക്ടീരിയ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ വന്ന സമയത്ത് ഒരുപാട് കുട്ടികളും എഴുതി വെച്ചത് അതിന്റെ താഴെ സൈനോ ബാക്ടീരിയ എന്ന് വെക്കാം. അങ്ങനെ എഴുതി വെക്കാൻ പാടില്ല. ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് ഇത് ഏത് ബ്ലൂ ഗ്രീൻ ആൽഗിയ എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇത് ഏതാ? നോസ്റ്റോക്ക് ആണ്. ആരാണ്? നോസ്റ്റോക്ക് ആണ്. ഓക്കെ, അപ്പൊ അതേ രീതിയിൽ ആൻസർ ചെയ്യാം. ദെൻ ഇതിന്റെ ലാബലിംഗ് പഠിച്ചു വെക്കണം. ഇതിലെ ഹെട്രോസിസ്റ്റും മ്യൂസിലേജിനസ് ഷീറ്റും വേറൊരു വർഷത്തിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ലാബലിംഗ്. അപ്പൊ ലാബലിംഗ് കൂടെ പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ ആ ചാപ്റ്ററിനെ ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ അനാപിനെ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാം? ഹെട്രോസിസ്റ്റിലേക്ക് കണക്ട് ചെയ്യാം. അനാപിന ബ്ലൂ ഗ്രീൻ ആൽഗയ്ക്ക് 2 എക്സാമ്പിൾസ് ആണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നത്. ഒന്ന് അനാപിനയാണ്, പിന്നൊന്ന് എന്താ? നോസ്റ്റോക്ക് ആണ്. അനാപിന നോസ്റ്റോക്ക് പോലെയുള്ള ബ്ലൂ ഗ്രീൻ ആൽഗകളിൽ നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്. ആ സെൽസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹെറ്ററോസിസ്. ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കുക, ഗോണിയോലെക്സ്. അടുത്ത എന്താ? ഗോണിയോലെക്സ് നമ്മൾ ഇവിടെ പഠിച്ചിട്ടുള്ളത് ഡൈനോഫ്ലജല്ലേറ്റ്സിലാണ് പഠിച്ചിട്ടുള്ളത് അല്ലെ. ഒരു റെഡ് ഡൈനോഫ്ലജല്ലേറ്റ് ഉണ്ട്, ഗോണിയോലെക്സ്. ഈ ഗോണിയോലെക്സിന്റെ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ വഴി ദ സീ അപ്പിയർ ദ റെഡ് കളർ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റെഡ് ടൈറ്റ് എന്ന് വിളിക്കുക. സോ നമുക്ക് ഗോണിയോലെക്സിനെ ഇതിലേക്ക് മാച്ച് ചെയ്യാം? റെഡ് ടൈറ്റിലോട്ട് മാച്ച് ചെയ്യാം. ദെൻ അടുത്തത് യുഗ്ലീനയാണ്. യുഗ്ലീനോയിഡ്സ് എന്ന് പറയുന്ന ക്ലാസ്സിലാണ് നമ്മുടെ യുഗ്ലീന വരുന്നത്.
ഓക്കെ, അപ്പൊ യുഗ്ലീനയുടെ കേസിലേക്ക് വരുന്ന സമയത്ത് ഫോട്ടോസിന്തറ്റിക് ആണ് യുഗ്ലീന എന്ന് പറയുന്നത്. യുഗ്ലീനയ്ക്ക് എന്തില്ല? സെൽവാൾ ഇല്ല. സെൽവാളിന് പകരം അതിൽ നമുക്കൊരു പ്രോട്ടീൻ റിച്ച് ലെയർ ആണ് കാണാൻ പറ്റുക. ആ പ്രോട്ടീൻ റിച്ച് ലെയറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പെല്ലിക്കിൾ എന്ന് വിളിക്കുക. സോ നമുക്ക് യുഗ്ലീനനെ പെല്ലിക്കിളുമായിട്ട് മാച്ച് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സ്ലൈം മൗൾഡിനെ കുറിച്ചിട്ടാണ്. ഒരു സാപ്രോഫൈറ്റിക് പ്രൂട്ടിസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? സ്ലൈം മൗൾഡ്. അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻ അതൊരു അഗ്രഗേഷൻ ഫോം ചെയ്യും, അതിനെയാണ് പ്ലാസ്മോഡിയം എന്ന് വിളിക്കുക. അൺഫേവറബിൾ കണ്ടീഷനിൽ പ്ലാസ്മോഡിയം ഡിഫറൻഷിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ടാകും. ദെൻ ആ ഫ്രൂട്ടിംഗ് ബോഡി ബിയേഴ്സ് എന്താ? സ്പോർസ്. അപ്പൊ ആ സ്യൂട്ടബിൾ അൺഫേവറബിൾ ഭാഗമൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. അപ്പൊ നമുക്ക് സ്ലൈം മൗൾഡിനെ ഏതിലേക്ക് മാച്ച് ചെയ്യാം? നമുക്ക് പ്ലാസ്മോഡിയത്തിലേക്ക് മാച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതേ രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ക്ലിയർ ആണെന്ന് കരുതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക് ക്വസ്റ്റ്യൻ ആണ്. ഷേപ്പ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. കോക്കസ് ഓ വെച്ച് ലിങ്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഷേപ്പ് എന്താ? ഇറ്റ് ഈസ് സ്പെറിക്കൽ ഷേപ്ഡ് ബാക്ടീരിയാസ് ആണ് എന്തെന്ന് പറയുന്നത്? കോക്കസ്. അടുത്തതും ഒരു ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ഈ തന്നിരിക്കുന്ന ഡയഗ്രാം? ഇത് പ്രോട്ടിസ്റ്റേന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ തന്നിരിക്കുന്നത് ആരാ? ഇറ്റ് ഈസ് യുഗ്ലീന. തന്നിരിക്കുന്ന ആരാ? യുഗ്ലീന. നെയിംഡ് ഓർഗാനിസം ഇറ്റ് ഈസ് യുഗ്ലീന. ഓക്കെ, അപ്പൊ യുഗ്ലീനന്റെ ഫീച്ചേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. യുഗ്ലീന എന്താണ്? ലൈറ്റിന്റെ പ്രസൻസിൽ അത് ഫോട്ടോസിന്തറ്റിക് ആണ്. ലൈറ്റിന്റെ ആബ്സെൻസിൽ അതൊരു ഹെട്രോട്രോഫായിട്ട് ആക്ട് ചെയ്യും. 2 ഫ്ലജെല്ലാസ് ആണുള്ളത്, ഒന്ന് ചെറുതും പിന്നെ ഒന്ന് വലുതും. അതിന് എന്തില്ല? സെൽവാൾ ഇല്ല. സെൽവാളിന് പകരം ഒരു പ്രോട്ടീൻ റിച്ച് ലെയർ ആണ് കാണുക, അതിനെ പെല്ലിക്കിൾ എന്നാണ് വിളിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ തന്നിരിക്കുന്നതിൽ എ ബി ഫിഗേഴ്സ് ഐഡന്റിഫൈ ചെയ്യുക. തന്നിരിക്കുന്നതിൽ എ എന്ന് പറയുന്നത് എന്താ? ഡൈനോഫ്ലജെല്ലേറ്റ് ആണ്. ബി എന്ന് പറയുന്നത് എന്താ? അതൊരു സ്ലൈം മൗൾഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അതും ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഐഡന്റിഫൈ ദി ഓർഗാനിസം. തന്നിരിക്കുന്ന ഓർഗാനിസം എന്താ? ഇറ്റ് ഈസ് ടുബാക്കോ മൊസൈക് വൈറസ്. ഏതാണ്? ടുബാക്കോ മൊസൈക് വൈറസ്. മാർക്ക് ദ പാർട്സ് ലാബിൾഡ് ആസ് 1 and 2. വൈറസിന് നമുക്കറിയാം, വൈറസിനൊരു പ്രോട്ടീൻ കോട്ട് ഉണ്ട്. അപ്പോൾ ഈ 2 മാർക്ക് ചെയ്തിട്ടുള്ളത് ആ പ്രോട്ടീൻ കോട്ടാണ്. അത് നമുക്ക് ക്യാപ്സിഡ് എന്ന് വിളിക്കാം. ദെൻ അതിൽ ആ മുത്തുപോലെ നമ്മൾ കാണുന്നത് അതെന്താണ്? RNA ആണ്. ദ ജനറ്റിക് മെറ്റീരിയൽ RNA. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഒരു പോയിന്റ് കൂടെ ഓർത്ത് വെക്കുക. പ്ലാന്റ്സിനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ എപ്പോഴും എന്തേ വരുള്ളൂ? സിംഗിൾ സ്റ്റാൻഡേർഡ് RNA. ഇത് ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻ വരും കേട്ടോ. അടുത്തത് 5 കിൻഡം ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ 2 ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് ആണ് മെയിൻലി പഠിക്കുന്നത്. ഒന്ന് അരിസ്റ്റോട്ടലിന്റെ ക്ലാസിഫിക്കേഷൻ, അത് ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നുണ്ട്. ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒന്ന് ലിനേസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്, 2 കിൻഡം ക്ലാസിഫിക്കേഷൻ. ഇതിന് അടുത്തത് 5 കിൻഡം ക്ലാസിഫിക്കേഷൻ. ആരാ പ്രപ്പോസ് ചെയ്തത്? RH വിറ്റേക്കർ ആണ് പ്രപ്പോസ് ചെയ്തത്. അപ്പൊ ആദ്യത്തെ പാർട്ടിന്റെ ആൻസർ കിട്ടിയല്ലോ. അടുത്തത് എന്താ? റൈറ്റ് ഡൗൺ ദി ക്രൈറ്റീരിയാസ്. 5 ക്രൈറ്റീരിയാസ് ആണ് ആകെയുള്ളത്. ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സെൽ സ്ട്രക്ചർ. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് താലസ് ഓർഗനൈസേഷൻ. മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മോഡ് ഓഫ് ന്യൂട്രീഷൻ. ആൻഡ് നാലാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. ആൻഡ് ദ ഫൈനൽ 5ാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നമുക്കതിനെ ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് എന്ന് വിളിക്കാം. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. ഡയാറ്റംസ് ആർ ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദി ഓഷ്യൻ. നെയിം ദ ഗ്രൂപ്പ് ടു വിച്ച് ഡയാറ്റംസ് ബിലോങ്. ഏതിലാണ് ഡയാറ്റംസ് വരുന്നത്? ഇറ്റ് ഇൻക്ലൂഡ് അണ്ടർ ക്രൈസോഫൈറ്റ്സ്. ഓക്കെ, വാട്ട് ഈസ് ഡയാറ്റമീഷ്യസ് എർത്ത്? ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. റൈറ്റ് 2 യൂസസ് ഓഫ് ഡയാറ്റമീഷ്യസ് എർത്ത്. ഇതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ദെൻ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അത് കിൻഡം പ്രോട്ടിസ്റ്റയിലെ പ്രോട്ടോസോവൻസിന്റെ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രോട്ടോസോവൻസിനെ നമ്മൾ എഗെയിൻ എന്ത് ചെയ്തിട്ടുണ്ട്? 4 ഗ്രൂപ്പുകളാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓർമ്മ കിട്ടണില്ലേ? ആ 4 ഗ്രൂപ്പുകളാണ് നിങ്ങൾക്ക് കോളത്തിൽ കാണാൻ പറ്റുക. അമീബോയിഡ് പ്രോട്ടോസോവൻ, ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ, സീലിയേറ്റഡ് പ്രോട്ടോസോവൻ ആൻഡ് സ്പോറോസോവൻ. അമീബോയിഡ് പ്രോട്ടോസോവനെ നമ്മൾ ആകെ 2 എക്സാമ്പിൾസ് ആണ് പഠിക്കുന്നത്, അമീബ ആൻഡ് എൻറ്റമീബ. സോ നമുക്ക് അമീബോയിഡ് പ്രോട്ടോസോവൻസിനെ നമുക്ക് ഏതിലേക്ക് മാച്ച് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് എൻറ്റമീബയിലേക്ക് മാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. രണ്ടാമത്തത് ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ. നമ്മൾ ഒരൊറ്റ എക്സാമ്പിളേ പഠിക്കുന്നുള്ളൂ. ഫ്ലജല്ലേറ്റഡ് എക്സാമ്പിൾ ഏതാണ്? ഇറ്റ് ഈസ് ട്രിപ്പാനോസോമ. ഓക്കെ, അപ്പൊ ട്രിപ്പാനോസോമ പറയുന്ന സമയത്ത് നിങ്ങൾ ആ ഡിസീസ് കൂടെ ഒന്ന് ഓർത്ത് വെക്കണം. സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയുന്ന അസുഖം കോസ് ചെയ്യുന്ന ആളാണ് ആര്? ട്രിപ്പാനോസോമ. ദെൻ നമ്മൾ സീലിയേറ്റഡ് പ്രോട്ടോസോവനിൽ പഠിക്കുന്ന സമയത്തും ഒറ്റ എക്സാമ്പിളേ പഠിക്കുന്നുള്ളൂ. സീലിയേറ്റഡ് പ്രോട്ടോസോവൻ എക്സാമ്പിൾ ആണ് എന്ത്? പാരമീസിയം. ഏതാണ്? പാരമീസിയം. ദെൻ നമ്മൾ അടുത്തത് സ്പോറോസോവനിലേക്ക് വരുന്ന സമയത്ത് സ്പോറോസോവന് നമ്മൾ ഒരു എക്സാമ്പിളേ പഠിക്കുന്നുള്ളൂ. ഇറ്റ് ഈസ് പ്ലാസ്മോഡിയം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതേ രീതിയിൽ എല്ലാ എക്സാമ്പിൾസും കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് പഠിക്കാം.
അപ്പോൾ ഇതാണ് ദ എൻറ്റയർ ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. ഒന്നാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ പ്ലാങ്കിൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസിലേക്ക് വരികയാണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? അതൊരു ചൂസ് ദി കറക്റ്റ് ആൻസർ. ദ ഫോട്ടോസിന്തറ്റിക് താലോയിഡ് ഗ്യാമറ്റോഫൈറ്റ് ഓഫ് ടെറിഡോഫൈറ്റ് ഈസ് കോൾഡ്. എന്താ നമ്മൾ അതിനെ വിളിക്കുക? ഇറ്റ് ഈസ് നെയിം പ്രോതാലസ്. ടെറിഡോഫൈറ്റിന്റെ ഗ്യാമറ്റോഫൈറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രോതാലസ്. ഇനി അതിലെ മറ്റ് ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് ജമ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജമേനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഓപ്ഷനിൽ ഇത് കണ്ടതുകൊണ്ട് അതിനെ കുറിച്ച് ഇപ്പം തന്നെ അങ്ങ് പറയുകയാണ്. ജമ എന്ന് പറയുന്നത് എന്താ? എവിടെയാണ് നമുക്ക് ജമ കാണാൻ പറ്റുക? ലിവർ വേർഡ്സിന്റെ കേസിലൊക്കെ അതിൽ കാണുന്ന എന്താണ് ഗ്രീൻ കളറിലുള്ള മൾട്ടി സെല്ലുലാർ അസെക്ഷൽ ബഡ്സ് ആണ് ഇതെന്ന് പറയുന്നത് ജമ. ജമ എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക? ജമ കപ്പിലാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പം നിങ്ങൾ ജമയെ കുറിച്ചും കൂടി ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? ദ ഫ്യൂഷൻ ബിറ്റ്വീൻ വൺ ലാർജ് ആൻഡ് നോൺ മൊട്ടൈൽ ഫീമെയിൽ ഗ്യാമിറ്റ് ആൻഡ് എ സ്മോൾ മൊട്ടൈൽ മെയിൽ ഗ്യാമിറ്റ് ഈസ് കോൾഡ്. നമ്മൾ ആൽഗേന്റെ റീപ്രൊഡക്ഷൻ പഠിക്കുന്ന സമയത്ത് ആൽഗകളിൽ നമുക്ക് 3 ടൈപ്പ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് കാണാൻ പറ്റുക. ഐസോഗമി, അനൈസോഗമി ആൻഡ് ഊഗമി. ഒരേ സൈസുള്ള ഗ്യാമീറ്റിന്റെ ഫ്യൂഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ ഐസോഗമി എന്ന് പറയും. 2 ഡിഫറെന്റ് സൈസ്ഡ് ആയിട്ടുള്ള ഗ്യാമീറ്റിന്റെ ഫ്യൂഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ അനൈസോഗമി എന്ന് പറയും. ഒരു ലാർജ് നോൺ മൊട്ടൈൽ ഫീമെയിൽ ഗ്യാമീറ്റും സ്മോൾ മൊട്ടൈൽ മെയിൽ ഗ്യാമീറ്റിന്റെ ഫ്യൂഷനെ നമ്മൾ എന്താ പറയുക? ഇറ്റ് ഈസ് നെയിംഡ് ആസ് ഊഗമി. സോ ദ ആൻസർ ഈസ് ഊഗമി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫില്ലിംഗ് ദി ബ്ലാങ്ക് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഏത് ഭാഗത്തു നിന്നുള്ളതാ? ജിംനോസ്പെമിന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ജിംനോസ്പെമിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ പറയുന്നുണ്ട് അതിന് എന്താണുള്ളത്? അതിന് നമുക്കൊരു റൂട്ട് ഉണ്ട്. ടാപ്പ് റൂട്ട്സ് ആണ് അതിൽ കാണാൻ പറ്റുക. അതിൽ തന്നെ ചില ജിംനോസ്പെം എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ഓർത്ത് വെക്കണം, സൈക്കസ പോലുള്ള ജിംനോസ്പെംസിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊറലോയിഡ് റൂട്ട്സ് ആണ് കാണാൻ പറ്റുക. എന്താ കൊറലോയിഡ് റൂട്ട് എന്ന് പറയുന്നത്? അത് നൈട്രജൻ ഫിക്സിംഗ് ആയിട്ടുള്ള സൈനോബാക്ടീരിയയുമായിട്ടുള്ള റൂട്ട്സിന്റെ അസോസിയേഷൻ ആണ് കൊറലോയിഡ് റൂട്ട്സ്. ദെൻ അടുത്ത് നമ്മളിവിടെ പഠിക്കുന്നത് ചില റൂട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫംഗസുമായിട്ട് അസോസിയേറ്റഡ് ആണ്. അപ്പൊ അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏതാണ് ആ ഫംഗസുമായി അസോസിയേറ്റഡ് ആയിട്ടുള്ള റൂട്ട്? അസോസിയേഷനെ നമ്മൾ എന്താ വിളിക്കുക? മൈക്കോറൈസ എന്നാണ് വിളിക്കുക. ഇതിന് എക്സാമ്പിളും കൂടെ ഓർത്ത് വെക്കുക. പൈനസ് ആണ് എക്സാമ്പിൾ പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഫില്ലിംഗ് ദി ബ്ലാങ്ക് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആൽഗേന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ആ ബോക്സിൽ കാണുന്നത്. ഇവിടെ നോക്കിയേ, നമ്മൾ പറയുന്നുണ്ട് ആൽഗകളെ നമ്മൾ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ക്ലോറോഫൈസിയെ, റോഡോഫൈസിയെ ആൻഡ് ഫിയോഫൈസിയെ. എല്ലാത്തിൻ്റെയും കോമൺ നെയിം പഠിക്കുക. ക്ലോറോഫൈസിന്റെ കോമൺ നെയിം ആണ് ഗ്രീൻ ആൽഗെ, ആൻഡ് റോഡോഫൈസിന്റെ കോമൺ നെയിം ആണ് റെഡ് ആൽഗെ, ആൻഡ് ഫിയോഫൈസിന്റെ കോമൺ നെയിം ആണ് എന്ത്? ബ്രൗൺ ആൽഗെ. ഇനി അതിൻ്റെ എല്ലാം സ്റ്റോർഡ് ഫുഡ് പഠിച്ചു വെക്കണം. അതിൽ ക്ലോറോഫൈസി ആണെങ്കിൽ സ്റ്റോർഡ് ഫുഡ് സ്റ്റാർച്ച് ആണ്. റോഡോഫൈസി ആണെന്നുണ്ടെങ്കിൽ സ്റ്റോർഡ് ഫുഡ് എന്ന് പറയുന്നത് എന്താ? ഫ്ലോറീഡിയൻ സ്റ്റാർച്ച് ആണ്. ഇതിനടുത്തത് ഫിയോഫൈസിന്റെ കേസ് ആണെങ്കിൽ ലാമിനാരിനും മാനിറ്റോളും ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എ എന്താ ഫില്ല് ചെയ്യുക? എ ഈസ് ക്ലോറോഫൈസിയെ എന്ന് പറയുന്നത് ക്ലോറോഫൈസിയെ. ഇതിനടുത്തത് ബി നമ്മൾ എന്താ ഫില്ല് ചെയ്യുക? സ്റ്റോർഡ് ഫുഡ്. റോഡോഫൈസിന്റെ സ്റ്റോർഡ് ഫുഡ് എന്താ? ഇറ്റ് ഈസ് ഫ്ലോറീഡിയൻ സ്റ്റാർച്ച്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ടെറിഡോഫൈറ്റിന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനാണ്. ടെറിഡോഫൈറ്റ്സിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ആദ്യത്തെ വാസ്കുലാർ പ്ലാന്റ്സ് ആണ് ആരെന്ന് പറയുന്നത്? ടെറിഡോഫൈറ്റ്സ്. വാസ്കുലാർ ടിഷ്യൂസ് ആയിട്ടുള്ള സൈലം ആൻഡ് ഫ്ലോയം പ്രസന്റ് ആകുന്ന ആദ്യത്തെ പ്ലാന്റ് ഗ്രൂപ്പ് ആണ് ടെറിഡോഫൈറ്റ്സ്. ടെറിഡോഫൈറ്റ്സിലെ മെജോറിറ്റി ടെറിഡോഫൈറ്റ്സും ഹോമോസ്പോറസ് ആണ്. പക്ഷെ 2 എക്സെപ്ഷണൽ കേസ് പറയുന്നുണ്ട്. അവർ ഹെറ്ററോസ്പോറസ് കണ്ടീഷൻ കാണിക്കുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ അത് സംബന്ധിച്ചിട്ടുള്ളതാണ്. ഐഡന്റിഫൈ ദ 2 ഹെറ്ററോസ്പോറസ് ജനേറ. 2 ഹെറ്ററോസ്പോറസ് ജനേറകൾ ഏതൊക്കെയാണ്? അപ്പൊ ഇത് എല്ലാ തവണയും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. ഇറ്റ് ഈസ് നെയിംഡ് ആസ് സെലാജിനെല്ല ആൻഡ് സാൽവീനിയ. ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണേ. 2 ഹെറ്ററോസ്പോറസ് ജനേറയേ ഉള്ളൂ, സെലാജിനെല്ല ആൻഡ് സാൽവീനിയ. ബി പാർട്ട് നോക്കി വെക്കാം. ഹെറ്ററോസ്പോറി ഈസ് എ പ്രീകേഴ്സർ ടു സീഡ് ഹാബിറ്റ്. Point out any one common character found in heterospory and seed habit. ഹെറ്ററോസ്പോറിയിലും സീഡ് ഹാബിറ്റിലും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ ക്യാരക്ടർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ആ കോമൺ ക്യാരക്ടർ എന്ന് പറയുന്നത്? പ്രൊഡക്ഷൻ ഓഫ് 2 types of spores ആണ്. ഇതാണ് നമ്മൾ ആൻസർ എഴുതി വെക്കേണ്ടത്. പ്രൊഡക്ഷൻ ഓഫ് 2 types of spore. ഇങ്ങനെ മാത്രം എഴുതിയാൽ പോരാ, അതിൻ്റെ കൂടെ ഇങ്ങനെയും കൂടെ എഴുതി വെക്കണം. 2 ടൈപ്പ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. F1 എഴുതി വെക്കുക. സ്മോൾ മൈക്രോസ്പോർ ആൻഡ് ലാർജ് മെഗാസ്പോർ.
മൈക്രോസ്പോർ ആരായിട്ട് ഡെവലപ്പ് ചെയ്യും? മെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആയിട്ട് മാറും. ആൻഡ് മെഗാസ്പോർ ആരായിട്ട് ഡെവലപ്പ് ചെയ്യും? ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആയിട്ട് മാറും. എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം, അത്രയും ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആൽഗേന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. ആൽഗേന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ആൽഗേന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ്. അപ്പൊ എക്കണോമിക് ഇമ്പോർട്ടൻസ് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ആൽഗേന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് മാത്രം പഠിച്ചാൽ പോരാ, നിങ്ങൾ ആൽഗേൻ്റെത് പഠിക്കണം, ബ്രയോഫൈറ്റിൻ്റെത് പഠിക്കണം, ദെൻ മോസസിൻ്റെത് എടുത്ത് പറയുന്നുണ്ട്, ആ സംഗതി പഠിക്കണം. ഓക്കെ, നോക്കുക, ആൽഗേന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് പറയുന്ന സമയത്ത് നമ്പർ 1 എന്താ പറയുന്നത്? ആൽഗെ ആണെന്ത്? പ്രൈമറി പ്രൊഡ്യൂസർ ആണ് ആൽഗെ എന്ന് പറയുന്നത്. നമ്മളുടെ അറ്റ്മോസ്ഫിയറിലെ ഹാഫ് ഓഫ് ദ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ നടത്തുന്നത് ആരാ? ആൽഗെ ആണ്. ഒരു എന്തായി? എക്കണോമിക് ഇമ്പോർട്ടൻസ് ആയി. രണ്ടാമത്തെ ഒരു എക്കണോമിക് ഇമ്പോർട്ടൻസ് പറയുന്നത് എന്താ? ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റിലെ ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവ് കൂട്ടുന്നത് ആരാ? ആൽഗെ ആണ്. രണ്ടാമത്തെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ആയി. മൂന്നാമത്തെ എക്കണോമിക് ഇമ്പോർട്ടൻസ് പറയുന്നത് ഏകദേശം 70 സ്പീഷീസോളം ആൽഗകൾ എന്താ യൂസ്ഡ് ആസ് ഫുഡായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ അടുത്തൊരു എക്കണോമിക് ഇമ്പോർട്ടൻസ് പറയുന്നത് എന്താ? സ്പേസ് ട്രാവലേഴ്സ് ഫുഡായിട്ട് നമ്മളുടെ ആൽഗേനെ യൂസ് ചെയ്യാറുണ്ട്. ദെൻ ആൽഗകളിൽ നിന്ന് നമുക്ക് എന്ത് ഒബ്റ്റെയിൻ ചെയ്യും? നമുക്ക് അഗർ ഒബ്റ്റെയിൻ ചെയ്യാറുണ്ട്. അഗർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക? ഐസ്ക്രീംസും പുഡിങ്സും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതേ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭാഗത്ത് നല്ല ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. അടുത്തൊരു ഫിഗർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ടൈപ്പ് ഫിഗർ ഒരുപാട് തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വെരി ഇമ്പോർട്ടൻറ്റ് ഫിഗർ ആണ്, എന്തായാലും നോട്ട് ചെയ്ത് വെക്കണം. ഒബ്സർവ് ദ ഗിവൺ ഫിഗർ. Okay, it shows 2 phases in the life cycle of Funaria. Identify and write the phase marked as A. Funaria എന്ന് പറയുന്ന സമയത്ത് ഓർമ്മ വരണം, ആരാ Funaria എന്ന് പറയുന്നത്? ബ്രയോഫൈറ്റാ. ബ്രയോഫൈറ്റിലെ മോസസിൽ വരുന്ന ആളാണ് ആര്? Funaria. ഇതിന്റെ ഈ 2 ഭാഗങ്ങളിൽ ലേബിൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് 2 ഭാഗങ്ങളാണ് കാണാൻ പറ്റുക. ഈ എ എന്ന് ലേബിൾ ചെയ്തിട്ടുള്ളത് എന്താ? അത് അതിന്റെ സ്പോറോഫൈറ്റ് ആണ്. സോ എ എന്ന് പറയുന്നത് സ്പോറോഫൈറ്റാ. അതിന്റെ താഴേക്ക് തന്നിട്ടുള്ള ഈ ബി എന്ന് പറയുന്ന ഭാഗം അതിന്റെ എന്താ? ഗ്യാമറ്റോഫൈറ്റ് ആണ്. ഓക്കെ, നമ്മൾ ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ എഗെയിൻ ആൽഗേന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. ആൽഗേന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസിൽ വരുന്ന ഒരു പോയിന്റ് ആണ്, ആൽഗകളിൽ നിന്ന് നമുക്ക് എന്ത് ഒബ്റ്റെയിൻ ചെയ്യും? ഹൈഡ്രോകൊളോയിഡ്സ് കിട്ടാറുണ്ട്. എന്താ ഹൈഡ്രോകൊളോയിഡ്സ് പറയുന്നത്? വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസുകളാണ് എന്ത്? ഹൈഡ്രോകൊളോയിഡ്സ്. 2 ഹൈഡ്രോകൊളോയിഡ്സ് ആണ് പറയുന്നത്, ഒന്ന് ആൽജിനും പിന്നെ ഒന്ന് കെരാജിനും ആണ്. അതിൽ ആൽജിൻ ഒബ്റ്റെയിൻ ചെയ്യുന്നത് ബ്രൗൺ ആൽഗയിൽ നിന്നാണ്. ആൻഡ് കെരാജിൻ കിട്ടുന്നത് ഏതെന്നാ? റെഡ് ആൽഗകളിൽ നിന്നാണ്. ഇത് മാറിപ്പോവാൻ ഒരു പോസിബിലിറ്റിയും ഇല്ല. നിങ്ങൾ കെരാജിന്റെ 2 R റെഡ് ആൽഗിന്റെ 6 റിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ബ്രയോഫൈറ്റിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. ഒരു ഫിഗർ ആണ് തന്നിട്ടുള്ളത്, ലിവർവേർഡ്സിലുള്ള ഒരു ഫിഗർ ആണെന്ന് പറയുന്നുണ്ട്. ഈ പ്ലാന്റിനെ ഐഡന്റിഫൈ ചെയ്യുക ആൻഡ് ഇതിൽ കാണുന്ന അസെക്ഷൽ ബഡിന് എന്താണെന്നും അതിന്റെ ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ബ്രയോഫൈറ്റിന്റെ ആ തുടക്കത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഡയഗ്രാം ആണിത്. ഏതാണ് ഈ തന്നിട്ടുള്ള ലിവർവേർട്ട്? ഇറ്റ് ഈസ് മർക്കാൻഷ്യ ആണ് തന്നിട്ടുള്ളത്. മർക്കാൻഷ്യ ഡൈഷ്യസ് ആണ്. സോ മർക്കാൻഷ്യന്റെ മെയിൽ താലസും ഫീമെയിൽ താലസും നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റും. ഈ തന്നിരിക്കുന്നത് മർക്കാൻഷ്യന്റെ ഫീമെയിൽ താലസ് ആണ് കേട്ടോ. ഇറ്റ് ഈസ് ഫീമെയിൽ താലസ്. തൽക്കാലം ഇവിടെ പ്ലാന്റിനെ ഐഡന്റിഫൈ ചെയ്യാനേ പറഞ്ഞുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഒരു ആൻസർ മതി, മർക്കാൻഷ്യ. ദെൻ അതിൽ അസെക്ഷൽ ബഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് അസെക്ഷൽ ബഡ് എന്ന് പറയുന്നത്? ജമയാണ് അസെക്ഷൽ ബഡ് എന്ന് പറയുന്നത്. അതിന്റെ ഫീച്ചേഴ്സ് എഴുതാൻ പറയുന്നുണ്ട്. ജമ എന്ന് പറയുന്നത് എന്താ? സ്മോൾ മൾട്ടി സെല്ലുലാർ ഗ്രീൻ കളറിൽ കാണപ്പെടുന്ന അസെക്ഷൽ ബഡ്സ് ആണ് എന്ത്? ജമ. ഏതിലാണ് ജമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇൻ ജമ കപ്പ്. ഇത്ര എഴുതി കഴിഞ്ഞാൽ ആ ഭാഗം കംപ്ലീറ്റ് ആയി. ദെൻ അടുത്തത് എപ്പോഴും കുട്ടിക്ക് കൺഫ്യൂഷൻ ആയി പോകുന്ന മാറിപ്പോകുന്ന 2 ഭാഗങ്ങളാണ് പ്രോട്ടോണിമയും പ്രോതാലസും തമ്മിലുള്ള ഡിഫറൻസ്. ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പ്രോട്ടോണിമ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരേണ്ടത് ആരെയാ? മോസസിനെയാ. ബ്രയോഫൈറ്റിലെ മോസസിനെയാ. മോസസിന്റെ ലൈഫ് സൈക്കിൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം, മോസസിന്റെ ലൈഫ് സൈക്കിളിലെ പ്രിഡോമിനന്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താ? ഗ്യാമറ്റോഫൈറ്റാ. ഈ ഗ്യാമറ്റോഫൈറ്റിലെ 2 സബ്സ്റ്റേജുകൾ ഉണ്ട്. ആ 2 സബ്സ്റ്റേജുകളിൽ ഒന്നാണ് എന്ത്? പ്രോട്ടോണിമ. രണ്ടാമത്തേത് ഏതാ? സെക്കൻഡ് വൺ ഈസ് ലീഫി സ്റ്റേജ്. പ്രോട്ടോണിമ ആൻഡ് ലീഫി സ്റ്റേജ്. അപ്പോൾ പ്രോട്ടോണിമനെ കുറിച്ച് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് എന്താ? ഇറ്റ് ഈസ് ദ
primary or the first gametophyte stage of mosses directly developed from spore. ഈ 2 പോയിന്റ് എന്തായാലും അതിൽ വേണം. then അടുത്ത പ്രോത്താലസ് ആണ്. പ്രോത്താലസ് എവിടെയാ? ടെറിഡോഫൈറ്റിലാണ് നമുക്ക് പ്രോത്താലസ് കാണാൻ പറ്റുക. പ്രോത്താലസ് എന്ന് പറയുന്നത് എന്താ? ദ ഗ്യാമറ്റോഫൈറ്റ് ഓഫ് ടെറിഡോഫൈറ്റ്. ടെറിഡോഫൈറ്റ്സിന്റെ ഗ്യാമറ്റോഫൈറ്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രോത്താലസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് സ്മോൾ ആണ്, ഇൻകോൺസ്പിക്യസ് ആണ്, ഫോട്ടോസിന്തറ്റിക് ആണ് എന്തെന്ന് പറയുന്നത്? പ്രോത്താലസ്. ഓക്കെ, അടുത്തൊരു ചോദ്യം ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പൊതുവെ നമ്മൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരു ഭാഗമാണ് ഈ ഇൻട്രൊഡക്ഷൻ പാർട്ട്. ഈ ഭാഗത്ത് നിന്ന് നമ്മൾ റീസെന്റ് ആയിട്ട് ഒരു 2018 തൊട്ടിട്ട് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അതിലൊരു ക്വസ്റ്റ്യൻ ആണ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. നമ്മൾ 3 സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻസ് പഠിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ആൻഡ് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് ആര്? ഓക്കെ, ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഹു ആർ ദി പ്രൊപ്പണൻസ് ഓഫ് ദീസ് 2 ക്ലാസിഫിക്കേഷൻ ആ. ഇതിന് രണ്ടിന്റെയും പ്രൊപ്പണൻസ് ആര് കൊണ്ടുവന്നു? ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ അത് കൊണ്ടുവന്നത് ആരാ? ഇറ്റ് ഈസ് ലിനേയസ്. ആരാണ്? ലിനേയസ്. ഇനി അടുത്തത് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ അതാരാ? ഇറ്റ് ഈസ് ബെന്തം ആൻഡ് ഹുക്ക്. ബെന്തം ആൻഡ് ഹുക്ക്. ഓക്കെ, ഇനി ഇതിന്റെ ക്രൈറ്റീരിയാസ് എഴുതാം. നമ്മൾ പറയുന്ന ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എന്താ? മോർഫോളജിക്കൽ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സാ. ഒരു പ്ലാന്റിൽ എത്ര ലീഫ് ഉണ്ട്, ലീഫിന്റെ ഷേപ്പ് എന്ത്, അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ളത്. നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിലേക്ക് വരുന്ന സമയത്ത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ നാച്ചുറൽ അഫിനിറ്റീസ് എമംഗ് ഓർഗാനിസം. ഇറ്റ് കൺസിഡർ ബോത്ത് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ക്യാരക്ടേഴ്സ്. ഓക്കെ, ഇന്റേണൽ ക്യാരക്ടേഴ്സും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട് ഇത് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. തന്നിരിക്കുന്ന ഫിഗർ ഐഡന്റിഫൈ ചെയ്യുക. അതിൽ 2 ലൈഫ് സൈക്കിളിലെ 2 ഫേസസ് നമുക്ക് കാണാൻ പറ്റും. എന്ന ലാബിൽ ചെയ്തത് ഏത്? ഓൾറെഡി പറഞ്ഞതാണ്. അതേതാ? ഇറ്റ് ഈസ് സ്പോറോഫൈറ്റ്. അതിന്റെ 2 പെക്യുലാരിറ്റീസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ ഫിനോറിയന്റെ അല്ലെങ്കിൽ മോസസിന്റെ സ്പോറോഫൈറ്റ് നോക്കുന്ന സമയത്ത് അതിൽ 3 ഭാഗങ്ങളാക്കി അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫൂട്ട്, സീറ്റ, ക്യാപ്സ്യൂൾ. ഒരു പെക്യുലാരിറ്റി. അതിൽ ക്യാപ്സ്യൂളിനകത്താണ് എന്തുണ്ടായിരിക്കുക? സ്പോറുകൾ ഉണ്ടായിരിക്കുക. ഇത്രയും കാര്യം എഴുതി കഴിഞ്ഞാൽ ആ ഭാഗം കംപ്ലീറ്റ് ആയി. അടുത്ത ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഈസി ആയിട്ട് മാച്ച് ചെയ്യാം. ഇപ്പൊ നമ്മൾ പറഞ്ഞത് വെച്ചിട്ടുള്ള തന്നെ ക്വസ്റ്റ്യൻസ് ആണ്. പ്രോത്താലസ്. പ്രോത്താലസിന് നമുക്ക് ഏതിലേക്കാ മാച്ച് ചെയ്യാൻ പറ്റുക? പ്രോത്താലസ്. പ്രോത്താലസ് ടു പ്രോത്താലസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്യാമറ്റോഫൈറ്റ് ഓഫ് ടെറിഡോഫൈറ്റാ. സോ പ്രോത്താലസിനെ നമുക്ക് ഗ്യാമറ്റോഫൈറ്റിലേക്ക് മാച്ച് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. കൊറലോയിഡ് റൂട്ട്സ് ആണ്. കൊറലോയിഡ് റൂട്ട്സ് നമ്മൾ പറഞ്ഞു ജിംനോസ്പേംസിനാണ് നമ്മൾ കൊറലോയിഡ് റൂട്ട് കണ്ടത്. എന്താ കൊറലോയിഡ് റൂട്ട് ഏതിലാ? ഓക്കെ, സൈക്കസിലേക്കാണ് മാച്ച് ചെയ്യാൻ പറ്റുക. ഫ്ലോറീഡിയൻ സ്റ്റാർച്ച്. ഫ്ലോറീഡിയൻ സ്റ്റാർച്ച് എന്താ? സ്റ്റോർഡ് ഫുഡാ. ആരുടെ സ്റ്റോർഡ് ഫുഡാ? റെഡ് ആൽഗേന്റെ സ്റ്റോർഡ് ഫുഡാ. ഓക്കെ ആണല്ലോ. ഇതിനടുത്ത് പ്രോട്ടോണിമ. ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ മോസസിന്റെ കേസിൽ അതിന്റെ ഗ്യാമറ്റോഫൈറ്റിലെ 2 സബ്സ്റ്റേജുകളിൽ ആദ്യത്തെ സബ്സ്റ്റേജ് ആണ് എന്ത്? പ്രോട്ടോണിമ. സോ പ്രോട്ടോണിമനെ നമുക്ക് ഇതിലേക്ക് മാച്ച് ചെയ്യാം? മോസസിലേക്ക് മാച്ച് ചെയ്യാം. അപ്പൊ ഈ രീതിയിലാണ് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ബ്രയോഫൈറ്റിന്റെയും ജിംനോസ്പേമിന്റെയും കുറച്ച് ഫീച്ചേഴ്സ്, ക്യാരക്ടേഴ്സ് തന്നിട്ടുണ്ട്. അതിന് കൃത്യമായിട്ട് ആ കോളത്തിൽ ആ ഫീച്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റ് ആയിട്ട് അതിനെ കോളത്തിൽ പ്ലേസ് ചെയ്യാണ് നമ്മൾ വേണ്ടത്. ആദ്യത്തെ നോക്കിയേ, ലാക്ക് ട്രൂ റൂട്ട്, സ്റ്റെം ഓർ ലീവ്സ്. അതിന്റെ സ്ട്രക്ചർ ആണ് ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. ബ്രയോഫൈറ്റിന്റെ കേസിൽ നമുക്കറിയാം ബ്രയോഫൈറ്റിന്റെ പ്ലാന്റ് ബോഡി താലോയിഡ് ആണ്. അതിന് കൃത്യമായിട്ടുള്ള വെൽ ഡിഫൈൻഡ് റൂട്ട് ഇല്ല, സ്റ്റെം ഇല്ല, ലീഫ് ഇല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫീച്ചർ നമുക്ക് ആർക്കാ കൊടുക്കാൻ പറ്റുക? ബ്രയോഫൈറ്റിനാണ് കൊടുക്കാൻ പറ്റുക. അടുത്ത നോക്കുക, നേക്കഡ് സീഡഡ് പ്ലാന്റ്സ്. ഓക്കെ, ജിംനോസ്പേംസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നേക്കഡ് സീഡഡ് പ്ലാന്റ്സ് വിളിക്കുക. ഇനി ഇതുവരെ വന്നിട്ടില്ല, പക്ഷെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വേറൊരു രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. എന്തുകൊണ്ടാണ് ജിംനോസ്പേംസിനെ നേക്കഡ് സീഡഡ് പ്ലാന്റ്സ് വിളിക്കുന്നത്? ബോത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ അതിന് എന്ത് ചെയ്തിട്ടില്ല? അതിനെ കറക്റ്റ് ഓവറി വാളൊന്നും വെച്ചിട്ട് കവർ ചെയ്തിട്ടില്ല. കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ റീസൺ പറയുന്നുണ്ട്, പോയിട്ട് വായിക്കാം കേട്ടോ. അടുത്ത നോക്കുക, ദ സ്പോറോഫിൽ ഫോം കോമ്പാക്ട് സ്ട്രോബിലൈ അല്ലെങ്കിൽ കോൺസ് ഒക്കെ നമ്മൾ എവിടെയാ കണ്ടത്? ജിംനോസ്പേംസിലാണ് അല്ലെ. അടുത്ത നോക്കുക, ഡിപ്പെൻഡ് ഓൺ വാട്ടർ ഫോർ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ബ്രയോഫൈറ്റിന്റെ ഫീച്ചർ ആണത്. അങ്ങനെ സെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടി ഈ ബ്രയോഫൈറ്റ്സ് വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ നമ്മൾ ഏത് പേരിട്ട് വിളിക്കുന്നത്? ദേ ആർ കോൾഡ് ദ ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം.
ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ അടുത്ത ഒരു പുതിയ ട്രെൻഡിങ് ക്വസ്റ്റ്യൻ എന്നൊക്കെ നമുക്ക് പറയാം. വളരെ റീസെന്റ് ആയിട്ട് 2018 തൊട്ട് ഞാൻ പറഞ്ഞു ഇൻട്രൊഡക്ഷൻ പാർട്ട് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ആ വിഭാഗത്തിൽപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. ടാക്സോണമിന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനാണ്. നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ 3 ടാക്സോണമിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ന്യൂമറിക്കൽ ടാക്സോണമി, സൈറ്റോ ടാക്സോണമി, ദെൻ കീമോ ടാക്സോണമി. മാച്ച് ചെയ്യാനാണ്. ന്യൂമറിക്കൽ ടാക്സോണമി എക്സ്റ്റേണൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ബേസ് ചെയ്തിട്ടുള്ളതാ. അത് കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. സോ ന്യൂമറിക്കൽ ടാക്സോണമിനെ നമുക്ക് ഇതിലേക്ക് മാച്ച് ചെയ്യാം, ക്യാരിഡ് ഔട്ട് യൂസിങ് കമ്പ്യൂട്ടർ. സൈറ്റോ ടാക്സോണമി സെല്ലിലെ ക്രോമസോം നമ്പർ, സ്ട്രക്ചർ, ബിഹേവിയർ ബേസ് ചെയ്തിട്ടുള്ളതാണ് എന്ത്, സൈറ്റോ ടാക്സോണമി. അപ്പോൾ ദെൻ ഇവിടെ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റാതെ ഇവിടെ ഒരാൾ കിടക്കുന്നുണ്ട്, കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസി ബേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഓർത്ത് വെച്ച് പഠിക്കണം, കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസി ബേസ് ചെയ്തിട്ടുള്ളത് ഏതാ, ഇറ്റ് ഈസ് കീമോ ടാക്സോണമി. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഐഡന്റിഫൈ ദിസ് ബ്രയോഫൈറ്റ്. നിങ്ങൾ കണ്ടോ ക്വസ്റ്റ്യന്റെ ആ ഒരു പാറ്റേൺ ചേഞ്ച് ചെയ്തു. 2023 ആയപ്പോഴേക്കും പതിവിൽ നിന്ന് വിപരീതമായിട്ട് പ്ലാന്റിന്റെ പേര് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത 2 ക്വസ്റ്റ്യനിലും ആ ഡയഗ്രം തന്ന് അത് ലാബിൽ ചെയ്യാനേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ക്വസ്റ്റ്യന്റെ രീതി മാറി. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇതിലെ എല്ലാ ഭാഗങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നോക്കുക, ഇത് ഏത് ബ്രയോഫൈറ്റ് ആണ്? ഈ ബ്രയോഫൈറ്റ് ഏതാ? ഇത് മോസസിൽ വരുന്ന ഫ്യൂണേറിയ ആണ്, ഫ്യൂണേറിയ. Then label the parts A, B and C. അതിൽ A, B, C എന്താ? C എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ക്യാപ്സ്യൂൾ ആണ് എന്തെന്ന് പറയുന്നത്, C. Then അടുത്തത് B എന്ന് പറയുന്നത് എന്താ? B എന്ന് പറയുന്നത് സീറ്റയാണ്, B ഈസ് സീറ്റ. Then അടുത്തത് A എന്ന് പറയുന്നത് എന്താ? റൈസോയിഡ്സ് ആണ്. അപ്പൊ A റൈസോയിഡ് ആണ്, B എന്ന് പറയുന്നത് എന്താ? സീറ്റയാണ്, then C എന്ന് പറയുന്നത് എന്താ? ക്യാപ്സ്യൂൾ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇത് നിങ്ങളുടെ മോഡലിൽ നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആക്കിയ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ക്വസ്റ്റ്യന്റെ പാറ്റേൺ ചേഞ്ച് ചെയ്യണതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ദ സ്പ്രെഡ് ഓഫ് ലിവിംഗ് ടെറിഡോഫൈറ്റ് ഈസ് ലിമിറ്റഡ് ആൻഡ് റെസ്ട്രിക്റ്റഡ് എന്താ ടു എ നാരോ ജോഗ്രഫിക്കൽ റീജിയൻ ബൈ. എന്തുകൊണ്ടാണ് ടെറിഡോഫൈറ്റ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ചെറിയൊരു ഏരിയയിലേക്ക് ഒതുങ്ങി പോകുന്നത്? അപ്പൊ ഇതിന് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്താ? നിങ്ങളുടെ ആൻസറിൽ എഴുതി വെക്കേണ്ടത് ദ gametophyte or pteridophyte is called prothallus. The gametophyte require cool, damp, shady places to grow. എങ്ങനത്തെ പ്ലേസ് ആണ് വേണ്ടത്? കൂൾ, ഡാം, ഷെയ്ഡി പ്ലേസസ് ടു ഗ്രോ. ഓക്കെ, കാരണം they need the restricted requirement and the need of water. വെള്ളം വേണം അവർക്ക് for fertilization. ഇപ്പൊ ഫെർട്ടിലൈസേഷന് വാട്ടർ ആവശ്യമാണ്. ഈ 2 പോയിന്റ്സ് ആണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആൻസറിൽ ഉൾപ്പെടുത്തേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, 3 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അഗർ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ആൽഗേന്റെ ഇക്കണോമിക് ഇമ്പോർട്ടൻസിൽ നമ്മൾ അഗറിനെ കുറിച്ച് മെൻഷൻ ചെയ്തതാണ്. അഗർ ഈസ് എ കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം റെഡ് ആൽഗെ. നെയിം ദ 2 ആൽഗെ വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് അഗർ. അഗർ കിട്ടുന്ന 2 ആൽഗകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് അഗർ കിട്ടുന്ന 2 ആൽഗെ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഗ്രാസിലേറിയ ആൻഡ് ജെലീഡിയം. ഗ്രാസിലേറിയ ആൻഡ് ജെലീഡിയം. Then write any one use of agar. അപ്പോൾ അഗറിന് 2 യൂസസ് ആണ് ആകെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. ഒരു യൂസ് എന്ന് പറയുന്നത് അഗറിന് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കും? ഐസ്ക്രീംസും പുഡിങ്സും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അടുത്തൊരു യൂസ് എന്ന് പറയുന്നത് അഗറിന് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്? യൂസ്ഡ് ടു ഗ്രോ മൈക്രോബ്സ്. മൈക്രോബ്സിനെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് മീഡിയം ആയിട്ട് നമ്മൾ ആര് ഉപയോഗിക്കാറുണ്ട്? അഗർ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. റൈറ്റ് ബ്രീഫ് നോട്ട്സ് അബൌട്ട് ആൽഗൽ ബ്ലൂം ആൻഡ് റെട്ടൈഡ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റിൽ, അതായത് ബയോളജി ക്ലാസിഫിക്കേഷൻ ചാപ്റ്ററിൻ്റെ ലാസ്റ്റിൽ എക്സസൈസ് ഭാഗത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് 2024 ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആൽഗൽ ബ്ലൂമിന് റെട്ടൈന് ഡെഫിനിഷൻ നമ്മൾ പഠിക്കണം. ആൽഗൽ ബ്ലൂം എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ദ റാപ്പിഡ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഓഫ് ആൽഗെ and other phytoplankton, in particular cyanobacteria that occurs in lake. അതായത് ഇൻലാൻഡ് വാട്ടർ ബോഡീസ് ആയിട്ടുള്ള ലേക്കുകളിലൊക്കെ ആൽഗീസിൻ്റെയോ അല്ലെങ്കിൽ ഫൈറ്റോ പ്ലാങ്ക്ടൻസിൻ്റെയോ അല്ലെങ്കിൽ സൈനോബാക്ടീരിയസിൻ്റെ ഒക്കെ എണ്ണം
റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ആൽഗൽ ബ്ലൂം എന്ന് വിളിക്കുക. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് സൈനോബാക്ടീരിയന്റെ ഭാഗത്ത് കാണാൻ പറ്റും. ദേ കോസ് ബ്ലൂംസ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസ് പറയുന്നുണ്ട്. റെട്ടൈഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. റെട്ടൈഡ് എന്താ, ഗോണിയോലെക്സ് എന്ന് പറയുന്ന റെഡ് അയനോഫ്ലജല്ലേറ്റിന്റെ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ കാരണം റെഡ് കളറിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ, റെട്ടൈഡ് എന്ന് വിളിക്കുക. ഓക്കെ, ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നത് പ്രോതാലസ് ആണ്. പ്രോതാലസ് എത്രയോ തവണ നമ്മളിപ്പോൾ റിപ്പീറ്റ് ചെയ്തു. പ്രോതാലസ് എന്താ, ദ ഗാമറ്റോഫൈറ്റ് ഓഫ് ടെറിഡോഫൈറ്റ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, രണ്ടാമത്തത് ബി പ്രോട്ടോണിമ. പ്രോട്ടോണിമി നമ്മൾ പറഞ്ഞു, മോസസിലാണ് നമ്മൾ പ്രോട്ടോണിമ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഗാമറ്റോഫൈറ്റിക് സ്റ്റേജ് ഓഫ് മോസസ്. അപ്പൊ നമുക്ക് പ്രോട്ടോണിമിനെ ഇതിലേക്ക് മാച്ച് ചെയ്യാം, ഇതിലേക്ക് മാച്ച് ചെയ്യാം. ഇതിനടുത്തത് ആന്തരീഡിയം. ആന്തരീഡിയം എന്ന് പറയുന്നത് എന്താ, മെയിൽ സെക്സ് ഓർഗൻ ആണ് അല്ലെ. ബ്രയോഫൈറ്റിന്റെയും ടെറിഡോഫൈറ്റിന്റെയും ഒക്കെ മെയിൽ സെക്സ് ഓർഗൻ ആണ് എന്തെന്ന് പറയുന്നത്, ആന്തരീഡിയം. സോ നമുക്ക് ആന്തരീഡിയത്തിനെ ഇതാ ഇതിലോട്ട് മാച്ച് ചെയ്യാം. ഇപ്പൊ C4. അടുത്ത നോക്കുക, ജെമെ. ജെമെ എന്ന് പറയുന്നത് എന്താ, അസെക്ഷൽ ബഡ്. ലിവർ വേർഡ്സിൽ കാണപ്പെടുന്ന ഗ്രീൻ മൾട്ടി സെല്ലുലാർ അസെക്ഷൽ ബഡ് ആണ് എന്തെന്ന് പറയുന്നത്, ജെമെ. സോ D2-1. അപ്പൊ ഇത്രയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇവിടുന്ന് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ കാണുക, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കാം.